ചിലർ പറയണ കേട്ടിട്ടില്ലേ, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നോട് ആരും ഒരു കാര്യവും പറയുന്നില്ല, എന്നെ ഒന്ന് കേൾക്കാൻ പോലും ആരും റെഡിയല്ല എന്ന് പറയണില്ലേ. അത് അവരുടെ തന്നെ കുഴപ്പമാണ്. കാരണം എന്നാണെന്നറിയാം, നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ആദ്യം വേണ്ട എന്നാണെന്നറിയാം, ഒരു കേൾവിക്കാരനായിട്ടിരിക്കാൻ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാൻ നമ്മൾ മനസ്സ് വയ്ക്കണം. അല്ലാതെ അതിനിടയ്ക്ക് കയറി കിടന്ന് കടകടകടാന്ന് സംസാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് എന്നാ പറയാനാ, ഇവരോട് പറഞ്ഞിട്ടും വലിയ കാര്യമില്ല എന്ന് വിചാരിക്കും. ഒന്നാമത്തെ കാര്യം. പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സംസാരിക്കുമ്പോൾ ഞാൻ വലിയ സംഭവമാകുന്ന രീതിയിൽ സംസാരിക്കണവരില്ലേ, അവരോടും അധികാർക്കും വലിയ ഇഷ്ടമൊന്നും കാണില്ല. കാരണം അവർക്ക് അറിവ് കൂടിപ്പോയതിൻ്റെ കുഴപ്പങ്ങളായിരിക്കാം ചിലപ്പോൾ. അവർക്ക് ലോകത്തിൻ്റെ ആകാശത്തിന് താഴെയുള്ള എല്ലാ സാധനത്തെക്കുറിച്ചും ലോകം മുഴുവനുമുള്ള കാര്യത്തെക്കുറിച്ചും ഒക്കെ അറിയാം എന്നാണ് അവരുടെ ഉള്ളിലൊരു വെയ്പ്പ്. അതനുസരിച്ചാണ് അവരുടെ സംസാരം. മറ്റുള്ളവർക്കൊന്നും ഒരു വിവരവും ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ പിന്നെ അവരോടും അങ്ങനെയുള്ളവരോടും നമുക്ക് സംസാരിക്കാൻ ഒരു ഇച്ചിരി മടിയായിരിക്കും. മൂന്നാമതുണ്ട് മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ മടിയുള്ളവർ. അതായത് എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയ എടാ കൊള്ളായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ കൊള്ളാം എന്ന് പറയാൻ ഇതാണെന്നറിയാം, ഒരു ഭയങ്കര വിഷമം അവർക്ക്. മറ്റുള്ളവരെ ഒന്ന് അഭിനന്ദിച്ച് പറയാം. ചില പിള്ളേരൊക്കെ നല്ല മാർക്ക് മേടിച്ചുകൊണ്ട് അയലൊക്കത്തെ അടുത്ത വീട്ടിലാന്ന് വെച്ചു, മാർക്കൊക്കെ മേടിച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് അവനെ ഒന്ന് കൺഗ്രാറ്റ്സ് പറഞ്ഞേക്കാമെന്ന് ഓർത്തിട്ടുണ്ടല്ലോ, ഇവർക്ക് ജന്മത്ത് പറയാൻ തോന്നില്ല, ആ കൊച്ചു കോപ്പി അടിച്ച് മാർക്ക് മേടിച്ചാന്ന് വേണമെങ്കിൽ പറഞ്ഞേക്കും. നമ്മുടെ വീട്ടിലാണെങ്കിൽ അവൻ പഠിച്ചു മേടിച്ചത്. അങ്ങനെയായിരിക്കും ചിന്താഗതി. അതായത് നമുക്ക് ഒരു എന്തോ മനസ്സിൻ്റെ ഉള്ളിലൊരു അസൂയാണോ കുശുമ്പാണോ എന്താണോ ഒരു സാധനമുണ്ട്. പിന്നെ നമുക്ക് പറയാം, മറ്റുള്ളവരുടെ ഇതിലല്ല ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ഇഷ്ടത്തിലല്ല ഞാൻ ജീവിക്കണത്, മറ്റുള്ളവർ കേൾക്കണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം. പക്ഷെ നമ്മളൊരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെയും കൂടെ ഒരു ഇഷ്ടങ്ങളും ഒക്കെ നോക്കാറുണ്ട് സാധാരണ, അല്ലേ? അതൊന്നുമില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും. കാരണം എല്ലാവരെയും ഒന്നും ബോധ്യപ്പെടുത്തിയിട്ടൊന്നും നമുക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്ന് ഈ ലോകത്ത്. പലരുടെയും മനസ്സിലിരിപ്പും പല രീതിയായിരിക്കും. നമ്മളിപ്പോൾ ഒരു കാര്യം പറയണത് നമ്മൾ പറയുന്ന രീതിയിലായിരിക്കില്ല മറ്റുള്ളവർ എടുക്കുന്നത്. അപ്പോഴും നമ്മൾ സംസാരിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടില്ല. ചിലർ നമ്മളെ അവജ്ഞയോടെ കാണുന്നവരുമുണ്ട്. നമ്മൾ സംസാരിക്കാൻ നമ്മളെ ഒക്കെ കാണുമ്പോഴത്തേനും നമ്മളൊക്കെ ഞാൻ വലിയ ഹൈ ലെവലില്ല, ഞാൻ വലിയ പണക്കാരനാണ്, എനിക്ക് എന്നാന്ന് പറയണേ, ഞാൻ എൻ്റെ വീട്ടുകാരൊക്കെ വലിയ കുടുംബ മഹാത്മ്യമുള്ളവരാ, ഇവനൊക്കെ എവിടെ കിടക്കണോ, ഇവനോടൊന്നും മിണ്ടാൻ കൊള്ളില്ല, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി വരുമ്പോഴും നമ്മളെ അവഗണിക്കും. ആ അവഗണനയൊക്കെ പോയി പണി നോക്കാൻ പറഞ്ഞു വിടുക. നമുക്ക് നമ്മുടേതായ ഇതുണ്ട്. ചില കാര്യങ്ങൾ മാത്രം നമുക്ക് അംഗീകരിച്ചാൽ മാത്രം മതി. എല്ലാ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വരില്ല. നമ്മളെ അവഗണിക്കുന്നവരെ അതേ ഒരു നാണയത്തിൻ്റെ മറുവശം കൊണ്ട് തന്നെ അങ്ങ് നേരിട്ടേക്ക്. അവഗണിച്ചു, നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മൾ കുറേ നാൾ മൈൻഡ് ചെയ്യാതിരിക്കുമ്പം അവർക്ക് പിന്നെ കുറേ കഴിയുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ടതായിട്ടൊരവസ്ഥയും കൂടെ ഉണ്ടാകും. അതേപോലെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. ഒരാൾ സ്ഥിരം നമ്മുടെ അടുത്ത് വന്ന് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ? അതേപോലെ വലിയ പൊങ്ങച്ചം പറയണത് നമ്മൾ കേൾക്കണ്ട. ചിലർ ഇന്റർനാഷണൽ ലെവലിലുള്ള പൊങ്ങച്ചങ്ങൾ നമ്മുടെ അടുത്ത് വന്നിരുന്ന് പറയും. ഞാൻ പറഞ്ഞില്ലേ, ഭൂമിക്ക് താഴെയുള്ളതിനെല്ലാം ഭൂമിക്ക് മുകളിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് അറിവാന്ന് അവർ പറഞ്ഞു വെപ്പിച്ചുകളെ. അപ്പം അത് തന്നെയല്ല, അവരുടെ പ്രധാനമന്ത്രി അവരുടെ കസിനാന്ന് വേണമെങ്കിൽ പറയും. നമ്മൾ സിനിമയെ കണ്ടിട്ടില്ലേ, അങ്കമാലിയിലെ പ്രധാനമന്ത്രി എൻ്റെ അമ്മാവനാന്നൊക്കെ പറയണേ, അതുപോലെയൊക്കെ പറഞ്ഞു കളയും. അതൊക്കെ നമ്മൾ കേൾക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ പാടല്ലേ. അതിനൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മളോട് പൊങ്ങച്ചമാണേലും നമുക്ക് കേൾക്കേണ്ടതല്ലെങ്കിൽ നമ്മൾ കേൾക്കാണ്ടിരിക്കുക. എല്ലാവരെയും ബോധ്യപ്പെടുത്താനൊന്നും നമുക്ക് സാധിക്കില്ല, അല്ലേ? അതേപോലെ സംസാരിക്കുമ്പം നമ്മൾ പറഞ്ഞ നല്ല സംസാരങ്ങളായിരിക്കാം നമ്മൾ ശ്രമിക്കുക. മറ്റുള്ളവരെ ഒരു ദൂഷിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പറയാതിരിക്കുക. മറ്റുള്ളവരെ ദുഷിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാകുന്നേ. അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഒന്നും എല്ലാം കേൾക്കണമെന്നോ എല്ലാ കാര്യം പറയണമെന്നോ എല്ലാ കാര്യം സംസാരിക്കണമെന്നൊന്നും ഒരിടത്തും എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് നമ്മുടെ ശരീരത്തെയോ മനസ്സിനെയോ ബാധിക്കുന്ന, കണ്ണുകളെയോ ബാധിക്കാത്ത എന്തും നമുക്ക് സ്വീകരിക്കാം. അല്ലാത്തതൊക്കെ നമ്മൾ പതുക്കെ ഉപേക്ഷിച്ചേക്കുക. ശരിയല്ലേ?